ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രോ ബാഗിലെ പച്ചക്കറി കൃഷി, ടെറസിന് മുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട് കൃഷികളും, അതേപോലെ കൃഷി ചെയ്യുന്ന നമുക്ക് എങ്ങനെ വിത്തുകൾ നടാം, അതിനെന്തൊക്കെ വളപ്രയോഗങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. പലതരം കൃഷികൾ നമുക്ക് ടെറസിന് മുകളിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പച്ചക്കറി കൃഷികളും അതേപോലെ പല തൈകളൊക്കെ നമുക്ക് ടെറസിന് മുകളിൽ തന്നെ ഗ്രോ ബാഗിലും ഡ്രമ്മിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കോവൽ കൃഷിയാണ്. ടെറസിന് മുകളിൽ തന്നെ നമ്മൾ പന്തലിട്ട് വളർത്തിയാണ്. അപ്പോൾ ഈ ചെടി നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള നിലത്താണ്. നിലത്ത് മണ്ണിൽ നട്ടിട്ടുള്ള ചെടി ടെറസിന് മുകളിൽ പന്തലിലേക്ക് കയറ്റിയതാണ്. നിറയെ കായ്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. വിളവെടുക്കാനായിട്ടുള്ള കായ്കളാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടാവശ്യത്തിനും അല്ലാതെയൊക്കെ നമുക്ക് ഈ കോവൽ ടെറസിന് മുകളിലൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ മറ്റ് വിളകളും എങ്ങനെ നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കാനുള്ളതൊക്കെ നോക്കാം. ഇതൊരു കൃഷിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് നല്ല വെയിലുള്ള സ്ഥലത്ത് ചെയ്യാമെന്നുള്ളതാണ്. നല്ല വെയിലുള്ള സ്ഥലം, നമുക്ക് നിലത്ത് നല്ല വെയിലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നിലത്ത് കൃഷി ചെയ്യാം. നിലത്ത് ഗ്രോ ബാഗ് വെച്ചിട്ട്, അല്ലെങ്കിൽ വെയിൽ നമുക്ക് ടെറസിന് മുകളിലൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ കോവലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നല്ല വെയിൽ അത്യാവശ്യമാണ്. നിറയെ കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ അത്യാവശ്യമാണ്. പിന്നെ കോവൽ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കറക്റ്റ് സമയത്ത് വിളവെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് വൈകി കഴിഞ്ഞാലും ഈ കായ്കളൊക്കെ മുപ്പത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാനും തോരൻ വയ്ക്കാനും പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഒരു ഇളയ പാകത്തിൽ നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. വള്ളികളൊക്കെ ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇലകളൊക്കെ ഈ രീതിയിൽ കരിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വള്ളികൾ വീണ്ടും കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് മുളച്ച് വരികയും ചെയ്യും. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കോവൽ നമ്മൾ ഈ പന്തലിന് മുകളിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന രീതിയാണ്. നമ്മളിത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ്, അതുകൂടാതെ നമുക്ക് കുറച്ച് ഉണക്ക കരിയിലയോ ഒക്കെ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഗ്രോ ബാഗിൽ ഇതേപോലെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. മെയിനായിട്ട് ഇതിന് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടിയും അതുകൂടാതെ കരിയിലകൾ, ഉണങ്ങിയ കരിയിലയൊക്കെ നമുക്ക് ഈ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിത്ത് പാകി കൊടുക്കുകയാണ് ചെയ്യുക. വിത്ത് പാകി ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതിന് നമുക്ക് ചീര വിത്തുകളും പയർ വിത്തുകളൊക്കെയാണ് മുളച്ച് കിട്ടും. അതുകൂടാതെ നമ്മളിവിടെ കുറച്ച് കരിമ്പിൻ്റെ കൃഷി, അതേപോലെ പയർ, വെണ്ട, ചീര എല്ലാം നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗിൽ വളർത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിച്ച വിത്തുകളാണ്. ഇതിൽ പയർ, വെണ്ട, കയ്പ അങ്ങനത്തെ പല വിത്തുകൾ ഈ ഒരു പോട്ടിലുണ്ട്. അതേപോലെ വെള്ളരി, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വെണ്ടയൊക്കെയാണ് നമ്മൾ 2 വിത്തുകളും, അതേപോലെ പയറും 2 വിത്ത് ഒക്കെ വെച്ചിട്ട് ഓരോ ഗ്രോ ബാഗിലായിട്ട് നമ്മൾ ഈ ചെടി വിത്തുകളൊക്കെ പാക്കി കൊടുക്കുകയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ദിവസവും നമ്മൾ നനച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നട്ടു കൊടുത്ത വിത്തുകളൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുകയും ചെയ്യും. വിത്തുകളൊക്കെ നമ്മൾ ചീര വിത്തുകളൊക്കെ മുകളിൽ പാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ കുറച്ചുകൂടി ഒരു മേൽമണ്ണായിട്ട് നമ്മൾ കുറച്ചുകൂടി വളം അതിന് മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വന്നിട്ട് ഈ ചീര വിത്തുകളൊക്കെ നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ കോവൽ കൂടാതെ നമ്മൾ പയർ, അതേപോലെ മത്തൻ, ഇളവൻ എല്ലാം നമ്മൾ ഇതേപോലെ പന്തലിട്ട് ടെറസിന് മുകളിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സമയമാകുമ്പോൾ നമ്മളതിൽ വളപ്രയോഗവും അതേപോലെ വിത്തുകൾ മുളപ്പിക്കലൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ മാസം കൂടുന്തോറും 2-3 ഗ്രോ ബാഗുകളിൽ പുതിയ വിത്തുകൾ പാകി മുളപ്പിച്ച് കൊടുക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഏതെങ്കിലും ഒരു വിള നമുക്ക് നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ പറ്റും. നിറയെ മുളകുകളൊക്കെ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിൽ തന്നെയാണ് വളർത്തി കൊടുത്തിട്ടുള്ളത്. അതേപോലെ പടവലം, വള്ളി പടർത്തി വിട്ടിട്ടുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിത്തുകൾ നടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ മുളകാണ് നടുന്നതെങ്കിൽ മുളകുകൾ പഴുത്ത ഭാഗമായി 30 മുളകുകളൊക്കെ നമുക്ക് ആ രീതിയിൽ വിത്തുകൾ ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശേഖരിച്ച് നമ്മൾ നട്ടുകൊടുത്ത് വളർത്തിയെടുത്തിട്ടുള്ള മുളകിൻ്റെ വിത്തുകളാണ്. എല്ലാം മുളച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ തൈകളും മാറ്റി ഗ്രോ ബാഗിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട്. ഓരോ വെറൈറ്റി മുളക് ചെടികളുടെ തൈകളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇതേപോലെ പച്ചക്കറി തൈകൾ വളർത്തുമ്പോഴും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.